ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ കുഞ്ഞമ്മ അലക്സ്. ഇന്ന് വീണുപോയ ദൂതന്മാരെ പറ്റി പഠിക്കാം. സൃഷ്ടാവായ ദൈവത്തെ സേവിക്കുന്നതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ് മാലാഖമാർ. മാലാഖമാരെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവരുടെ ദൗത്യമനുസരിച്ച് പല ഗണങ്ങളായി തിരിച്ചു, പല സ്ഥാനങ്ങൾ നൽകി. ആ കൂട്ടത്തിൽ പ്രധാന ദൂതന്മാരിൽ ഒരുവനായി ലൂസിഫർ എന്ന മാലാഖയെ ദൈവം നിയമിച്ചു. മാലാഖമാരുടെ തലവനായി ദൈവം സൃഷ്ടിച്ച ലൂസിഫർ അഹന്ത വളരുകയും സ്വയം നിഗളിച്ച് ദൈവത്തെക്കാൾ വലിയവനായി തീരുവാൻ ശ്രമിക്കുകയും ചെയ്തു. തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ അനുസരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും പകരം അവൻ ഒരു സംഘം മാലാഖമാരോടൊപ്പം ചേർന്ന് ദൈവത്തോടെ പാപം ചെയ്തു. ദൈവസന്നിധിയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. ഇവരെ വീണുപോയ ദൂതന്മാർ എന്ന് അറിയപ്പെടുന്നു. ദൈവദൂതന്മാരിൽ വച്ച് ഏറ്റവും ജ്ഞാനിയും സൗന്ദര്യപൂർണനുമായിരുന്ന ലൂസിഫറാണ് സാത്താന്യ സൈന്യത്തിൻ്റെ തലവനായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ലൂസിഫറും അവൻ്റെ അനുയായികളുമാണ് സാത്താന്യ ശക്തികൾ അഥവാ പൈശാചിക ശക്തികളായി മാറിയത്. പിശാചിനെ പറ്റി യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. പിശാച് ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു. അവനിൽ സത്യം ഇല്ല. അവൻ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു. പാപം ചെയ്ത ദൂതന്മാരെ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ദൈവസൃഷ്ടിയായ ആദം ഹവ്വായെ വശീകരിച്ച് പാപികളാക്കി. നിങ്ങൾ ദൈവത്തെപ്പോലെ ആയിത്തീരും എന്ന് നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പിശാച് അവരെ പാപം ചെയ്യിപ്പിച്ചത്. ലൂസിഫറിനെ അരുണോദയപുത്രനായ ശുക്ര എന്നു വിളിക്കുന്നു. യെശയ്യാ 14-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്നു വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണം അവൻ്റെ അഹങ്കാരവും നിഗളവുമാണ്. ദൈവസന്നിധിയിൽ നിന്നും പുറന്തള്ളപ്പെട്ട നിമിഷം മുതൽ അവൻ ദൈവത്തിൻ്റെ നിത്യശത്രുവായി മാറി. സാത്താന് ദൈവത്തോടും സ്വർഗീയ ദൂതന്മാരോടും പൊരുതി ജയിക്കാൻ കഴിയാത്തതിനാൽ ഭൂമിയിൽ മനുഷ്യനെ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യിപ്പിക്കുകയും അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ ആകുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യം. പിശാച് അഥവാ സാത്താൻ എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം എതിർക്കുന്നവൻ, തകർക്കുന്നവൻ, പ്രതിയോഗി എന്നൊക്കെയാണ്. ദൈവമക്കളെ തകർക്കുവാൻ ഒരു പൈശാചിക ശക്തിക്കും സാധിക്കില്ല. ദൈവം തൻ്റെ മക്കളെ രാവും പകലും പരിപാലിക്കുന്നു. സങ്കീർത്തനം 121-ാം അധ്യായം. ദൈവഹിതമനുസരിച്ച് ജീവിതം നയിക്കുന്നവരാണ് ദൈവമക്കൾ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗം ലക്ഷ്യമാക്കിയാണ് അവർ ജീവിക്കുന്നത്. ദൈവവചനം സാത്താനെ ജയിക്കുവാനുള്ള വാളാണ്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സങ്കീർത്തനം 119:11. വെളിച്ചമാകുന്ന ദൈവത്തിൻ്റെ പ്രകാശം ഓരോ മനുഷ്യരിലേക്കും കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശേഷം പിന്നാലെ